ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്സിൽ നമുക്ക് ഈ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ടേംസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളി തിയറി സബ്ജക്റ്റ് ആണ്. സോ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കാം അല്ലേ. അപ്പോൾ ബിസിനസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബിസിനസ്സിനെ കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞതിന് മുമ്പ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് നോൺ ഹ്യൂമൻ ആക്ടിവിറ്റീസ്? ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും രാവിലെ എണീക്കുന്നുണ്ട്, എന്താണ് ബ്രഷ് ചെയ്യുന്നുണ്ട്, ബാത്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്, അതുപോലെ എന്താണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഓഫീസിൽ പോകുന്ന ആൾക്കാർ ഓഫീസിൽ പോകുന്നുണ്ട്. അമ്മമാർ ആയിക്കോട്ടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ കുക്കിങ് കാര്യങ്ങൾ, വീട്ടിലുള്ള പണികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്കൂളുകളിലേക്ക് പോകുന്നുണ്ട്, കോളേജിലേക്ക് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് അവർ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു, ടീ കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് വീട്ടുകാരെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർ ഡിന്നർ കഴിച്ച് എന്താണ് കിടന്നുറങ്ങുന്നു. ഓക്കെ, ഇത് നമ്മൾ എന്ത് പറയും? ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാം അല്ലെ. ഒരു മനുഷ്യൻ രാവിലെ എണീക്കുന്നത് മുതൽ കടന്നുറങ്ങുന്നത് വരെ, അതായത് ഉറങ്ങാൻ പോകുന്ന സമയം വരെ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് അല്ലെ. ഇപ്പം ഞാൻ നിൽക്കുന്നതും നടക്കുന്നതും ഡാൻസ് കളിക്കുന്നതും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ പോവാം. അപ്പോൾ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ സിസ്റ്റമാറ്റിക്കിലാണ് പോവുക, ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് പോവുക. നമ്മൾ രാവിലെ എണീക്കുന്നു, ബ്രഷ് തേക്കുന്നു, ചായ കുടിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, കുളിക്കുന്നു, ഡ്രസ്സ് മാറ്റുന്നു, ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം അതിൻ്റെ ഇടയിൽ ലഞ്ച് കഴിക്കുന്നു, കുട്ടികൾ പഠിക്കുന്നു, ഓഫീസിലാണെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നു, അവർ ഡ്യൂട്ടി ചെയ്യുന്നു, അമ്മമാരാണെങ്കിൽ അവർ വീട്ടിലുള്ള കാര്യങ്ങൾ, ജോലിക്ക് പോകാത്ത അമ്മമാരാണെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാവരും വൈകുന്നേരം വരുന്നു, ഒരുമിച്ച് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഡിന്നർ കഴിക്കുന്നു, പിന്നെ പോയി ഉറങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് അല്ലേ നടക്കുന്നത്. ഓക്കെ, അതൊന്നും നമുക്കിവിടെ വലുതായി നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരു ഹ്യൂമൻ ബീയിങ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ തന്നെ എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് നോൺ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്നുള്ള രണ്ട് രീതിയിൽ പറയുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്താണ് ഞാൻ പറഞ്ഞു അല്ലേ. ഇനി നോൺ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്താണ്? നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എന്തായിരിക്കും? ഓക്കെ, നമുക്കിതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും നോട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു രാവിലെ മുതൽ എന്താണ് രാത്രി വരെ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നു. ആ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ്? ആ ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പണപരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ എന്താണ്? അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന, അതായത് സാമ്പത്തികം ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിന് എന്താണ് പണം ലക്ഷ്യം വെച്ചിട്ട് റിട്ടേൺ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്താ വിളിക്കുക? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ് വിളിക്കുക. ഓക്കെ, നമ്മൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു വർക്ക് ചെയ്യുന്ന അതായത് രാവിലെ എണീച്ച് വർക്ക് പ്ലേസ് പോവുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിന് അവർക്ക് സാലറി കിട്ടുന്നുണ്ട്
പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഓഫീസ് ജോലി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും പണി ആയിക്കോട്ടെ, ഇപ്പോൾ കർഷകനായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്താ പറയുക, ഇപ്പോൾ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, ലോയർ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ജോലിക്ക് എന്താണ് അവർക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് സാമ്പത്തികം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വ്യക്തി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. എക്കണോമിക്സ് ആക്ടിവിറ്റീസ് നമ്മൾ എഗെയിൻ 3 രീതികളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ബിസിനസ്സിൽ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വരുന്നുണ്ട്. പിന്നെ പ്രൊഫഷൻ എന്താണ് നമ്മൾ ഫീ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ഇപ്പോൾ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അതൊരു പ്രൊഫഷനാണ്. ടീച്ചിങ് ഒക്കെ ഒരു പ്രൊഫഷനാണ്. അവരെന്താണ് അതിന് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഫീസ് കിട്ടുന്നുണ്ട്. ഡോക്ടർ അവരുടെ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ആ പേഷ്യൻ്റെ കയ്യിൽ ഫീസ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷൻ എന്താണ്, ഫീ എക്സ്പെക്ട് ചെയ്തിട്ടാണ്. ദെൻ എംപ്ലോയ്മെന്റ് അല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ആരുടെങ്കിലും അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ നമുക്ക് തരുന്ന, നമ്മുടെ എംപ്ലോയർ നമുക്ക് തരുന്ന സാലറി വേജ് ഒക്കെ ഇല്ലേ, അതും എന്താണ് സാമ്പത്തികമാണല്ലോ, പണപരമായിട്ട് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്നതാണ്. അതൊക്കെ എന്താണ് നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു, നമ്മുടെ പാരൻസ് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഫുഡ് ഉണ്ടാക്കുന്നത്, അതുപോലെ NSS മാതിരിയുള്ള നാഷണൽ സർവീസ് സ്കീം, അവരെന്താണ് അവർ ചെയ്യുന്ന സേവനങ്ങൾ അവരൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത് അല്ലേ. അതുപോലെ ചാരിറ്റികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. കാരണം അവർ പ്രോഫിറ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഫീസായിട്ടോ സാലറി ആയിട്ടോ വേജ് ആയിട്ടോ ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അവിടെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പാരൻസ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് അവർ നമ്മൾ ഫുഡിന് എന്തെങ്കിലും പൈസ കൊടുക്കുന്നു വിചാരിച്ചിട്ടാണോ? ഇനി നമ്മുടെ അച്ഛനെ അമ്മമാരൊക്കെ നോക്കുന്നത് അതിനാണ്. ഇപ്പം അവർ നോക്കുന്നത്, നമ്മുടെ പാരൻസ് നോക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ്, ആക്ടിവിറ്റീസിനെയാണ് നമുക്ക് സിമ്പിളായിട്ട് എന്ന് പറയാൻ പറ്റുക നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാൻ സാധിക്കാം. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആയി ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്നുള്ളത് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. യെസ്, എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ ആൻഡ് എന്താണ് എംപ്ലോയ്മെന്റ് അറിയണ്ടേ നിങ്ങൾക്ക്? എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ ആൻഡ് എന്താണ് എംപ്ലോയ്മെന്റ് നിങ്ങൾക്ക് അറിയണ്ടേ? സോ നമുക്ക് അങ്ങോട്ട് പോവാം. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുപോയതാണ്. എന്താണ് സെറ്റ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ സെറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. അപ്പോൾ എന്താണ് പ്രൈമറി സെക്ടർ? നമുക്കറിയാം, പ്രൈമറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫ്രഷ് ആണെന്നുള്ളത് അല്ലേ. അത് തന്നെയാണ് നമ്മുടെ നേച്ചറായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് വിളിക്കുന്നത് അല്ലെ. എന്താണ് പ്രൈമറി സെക്ടർ? ഈസ് എ സെക്ടർ വിച്ച് ഈസ് റിലേറ്റഡ് ടു വിഡ്രോയിങ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. എന്താണ് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ റിക്വയർ ചെയ്യാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഈ ഒരു എന്താ പറയുക മാർക്കർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എന്താണ് റോ മെറ്റീരിയൽസ് ഞാൻ എന്ത് ചെയ്യാണ്, റിക്വയർ ചെയ്യാണ് അല്ലേ. അത് നേച്ചറായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, നമ്മൾ പ്രകൃതിയുമായിട്ട് റിലേറ്റഡ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. അഗ്രികൾച്ചർ, ഫിഷറി, ബ്രീഡിംഗ്, ഫോറസ്ട്രി, ഹണ്ടിങ് ആൻഡ് മൈനിങ് ഒക്കെ എന്താണ് നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ ആണ്. നേച്ചറുമായിട്ട് എന്താണ് റിലേറ്റഡ് ആണ്. നമ്മൾ നേച്ചറിൽ നിന്ന് റിസോഴ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, റിക്വയർ ചെയ്യാണ് ഫോർ പ്രൊഡക്ഷൻ അല്ലേ. സെക്കൻഡറി. ഓക്കെ, സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഖാദി ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഒക്കെയാണ് നമുക്ക് സെക്കൻഡറി സെക്ടറിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. അപ്പോൾ എന്താണ് സെക്കൻഡറി സെക്ടർ എന്നുള്ളത് നമുക്ക് നോക്കാം. Secondary sector relate with the goods produced by a raw material of primary sector. എന്താണ് പ്രൈമറി സെക്ടറിൽ നിന്നും എന്താണ് എന്താ പറയുക റോ
മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെക്കൻഡറി സെക്ടർ എന്ന് വിളിക്കുന്നത്. അതായത് ഖാദി, അതുപോലെ തന്നെ വീടിന് ആവശ്യമായ മരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലേ. ജനലൊക്കെ ഇപ്പൊ സിമെന്റ് ഒക്കെ ഉണ്ട് വിചാരിക്കാനും കത്തിലൊക്കെ വേണമെങ്കിലും ഒക്കെ എന്താണ് നമുക്ക് മണൽ ആവശ്യമില്ലേ. അതുപോലെ തന്നെ അതിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് അല്ലേ. അതുപോലെ കല്ലുകളൊക്കെ ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ എന്താണ് സെക്കൻഡറി സെക്ടറിന് എക്സാമ്പിൾ ആണ്. ഇത് ലാസ്റ്റ് വൺ എന്താണ് ടെറിഷറി സെക്ടർ പറയുമ്പോൾ എന്താണ്, സർവീസ് ആണ്. ഓക്കെ, നമ്മൾ ഒന്നും ഫിനാൻഷ്യൽ ആയിട്ടൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇത് ഫുൾ സർവീസ് ആണ്. എക്സാമ്പിൾ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്, എഡ്യൂക്കേഷൻ സർവീസ്, NSS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനു പറ്റും, ടെറിഷറി സെക്ടറിന് പറ്റും, സർവീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് സെക്ടർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. പ്രൈമറി സെക്ടർ ആയിട്ടും സെക്കൻഡറി സെക്ടർ ആയിട്ടും ലാസ്റ്റ് ടെറിഷറി സെക്ടർ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, കാറ്റഗറി ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഒരു കൺട്രിയിൽ, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് നമ്മുടെ സെക്ടേഴ്സിനെ, അതായത് എക്കണോമിക് ആക്ടിവിറ്റി സെക്ടേഴ്സിനെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്യുക, വിത്ത് എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ട് ഈസ് ബിസിനസ്, വാട്ട് ഈസ് പ്രൊഫഷൻ ആൻഡ് വാട്ട് ഈസ് എംപ്ലോയ്മെന്റ്. നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, വാട്ട് ഈസ് ബിസിനസ്? Any activities carried primarily with the object of earning profit can be called a business activities. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള ഒബ്ജക്റ്റോട് കൂടിയിട്ട് എന്താണ് ഒരു ബിസിനസ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ബിസിനസ് ആക്ടിവിറ്റീസിന്റെ പ്രൈമറി ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പുതുതായിട്ട് കേൾക്കുന്ന ടേം അല്ല അല്ലെ. പിന്നെ എന്താണ്, ദിസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് earning profit is achieved by production and exchange of wants, satisfying goods and service. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ബിസിനസ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും അത് എത്തിക്കേണ്ട ആൾക്കാരുടെ കയ്യിൽ എത്തിക്കുക, എക്സ്ചേഞ്ചിലൂടെ എത്തിക്കേണ്ട ആൾക്കാരുടെ കയ്യിൽ എത്തിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്. ബിസിനസിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട്, ബിസിനസ് എന്താണെന്ന് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല എന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം, ഒന്നും കൂടി നമുക്ക് അറിയാം അല്ലേ. പിന്നെന്താണ്, therefore we can define business as any activity concerned with the production and or exchange of wants, satisfying goods and service carried with view of earning profit. അതായത് ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട്, അതിൽ ആ ഒരു വ്യൂവോട് കൂടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് എക്സ്ചേഞ്ച് ചെയ്യുന്നു, നമ്മളത് ആ പ്രൊഡക്റ്റിലൂടെ മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ പ്രൈമറി ലക്ഷ്യം എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് സോപ്പ്, സെയിൽസ് ഓഫ് എഗ്സ്, പ്രൊഡക്ഷൻ ഓഫ് TV സെറ്റ്സ്, ട്രാൻസ്പോർട്ട്സ് ഒക്കെ എന്താണ്, സർവീസാണ്, ട്രാൻസ്പോർട്ട് സർവീസാണ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഒരു ബിസിനസ് ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്. ഓക്കെ, എ പേഴ്സൺ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഈസ് കോൾഡ് ബിസിനസ്മാൻ ഓർ ഓൺട്രപ്രണർ. അതായത് ഏതെങ്കിലും ഒരു പേഴ്സണ് നമ്മുടെ ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബിസിനസ്മാൻ ഓർ ഓൺട്രപ്രണർ എന്ന് വിളിക്കും. നിങ്ങൾ ശ്രദ്ധിക്കാം, ബിസിനസ്മാനും ഓൺട്രപ്രണറും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താണ്, ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന, ഒരു ഇൻവെൻഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റിൽ എന്താണ് ഒരു പുതിയൊരു സംരംഭം കൊണ്ടുവരാൻ. ബിസിനസ്മാനിന് ഒരുപാട് എന്താണ് കോമ്പറ്റീറ്റേഴ്സിനായിരിക്കും, പക്ഷെ ഓൺട്രപ്രണർക്ക് കോമ്പറ്റീഷൻ ഇല്ല, കാരണം അവരാണ് ഒരു പുതിയ ഐഡിയ കൊണ്ടുവരുന്നത്. മറ്റേതെന്താണ്, ഓൾറെഡി ഉള്ള ഒരു മാർക്കറ്റിലാണ് അതേ പ്രൊഡക്റ്റുമായിട്ട് തന്നെയാണ് ഒരു ബിസിനസ്മാന് വരുന്നത് അല്ലേ. ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ പുതിയ പ്രൊഡക്റ്റ് ആദ്യമായിട്ടാണ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് ഓൺട്രപ്രണർ ആയിരിക്കും. അതുകൊണ്ട് പറയേണ്ട, നമുക്ക് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് നിങ്ങളത് കൂടുതലായിട്ട് അറിയേണ്ട, നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ബിസിനസ്മാൻ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് പ്രൊഫഷൻ. വാട്ട് ഈസ് പ്രൊഫഷൻ? An activity which involves the rendering of personalized service or specialized nature based on professional knowledge, education and training is called profession. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് നേച്ചർ, ഒരു വെറൈറ്റി ഓഫ് നേച്ചർ ആണുള്ളത്. അവർക്ക് എന്താ സ്പെഷ്യലൈസ്ഡ് നോളേജ് വേണം, പിന്നെ എന്താ വേണ്ടത്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ഒക്കെ ആവശ്യമാണ്.
അത്തരത്തിലുള്ളതിനാണ് പ്രൊഫഷൻ എന്ന് വിളിക്കുക. അതൊരു പ്രൊഫഷണലിസ്റ്റ് എന്നൊക്കെ പറയുമല്ലോ, അവനതിൽ പ്രൊഫഷണലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത്രയും നോളേജ് ഉണ്ട് അല്ലേ, ഒരു പെർട്ടിക്കുലർ ആ ഒരു കാര്യം ചെയ്യാൻ എന്താണ് അവർക്ക് അത്രത്തോളം നോളേജ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ എനിക്ക് എന്താണ് ഞാൻ എടുക്കുന്ന എൻ്റെ ഈ സബ്ജക്ട്, നിങ്ങൾക്ക് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് എന്ത് വേണം, ഒരു നോളേജ് വേണം അല്ലെ. ഒരു ടീച്ചർ ആവണമെങ്കിൽ എന്താണ് നോളേജ് വേണം, എഡ്യൂക്കേഷൻ വേണം, നമ്മൾക്ക് ഇതിന് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. ഫ്രഷേഴ്സിനും എന്താണ് ടീച്ചർ ആവാട്ടോ, അതല്ല ഉദ്ദേശിച്ചത്. എന്താണ് അതുപോലെ ഡോക്ടറിൻ്റെ കേസ് നോക്കൂ, അവരെന്താണ് സ്പെഷ്യലൈസ് ഇപ്പോൾ ഒരു ടീച്ചർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല. അതായത് നമ്മൾ ഡോക്ടേഴ്സിനും ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ അത് തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള ടീച്ചർക്കും അല്ലാതെ ഇപ്പോൾ നമ്മളൊരു സ്കൂൾ ലെവലിലുള്ള ടീച്ചേഴ്സിൻ്റെയും ക്വാളിഫിക്കേഷൻ എന്താണ് വെരി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു കൊമേഴ്സ് എടുക്കുന്ന ആൾക്കും സയൻസ് ഗ്രൂപ്പ് എടുത്ത ആൾക്കും അത് ഹ്യൂമാനിറ്റീസ് എടുത്ത ഗ്രൂപ്പ് എടുത്ത ആൾക്കാർക്കും എന്താണ് നമ്മൾ ഹയർ സെക്കൻഡറി വരെയുള്ളതിൽ ഒരു ടീച്ചർ ആവാം അല്ലേ. പക്ഷേ മെഡിക്കൽ ഫീൽഡിലൊക്കെ ടീച്ചേഴ്സ് ആവണമെങ്കിൽ എന്താണ് ആ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അവർക്ക് ആവശ്യമാണ് അല്ലെ. ആ ഒരു അത്രയും സ്കില്ലുകൾ, ഒരു ഡോക്ടർക്ക് ഒരു സർജറി ചെയ്യണമെങ്കിൽ ആ ഒരു എന്തിനാണോ സർജറി ചെയ്യുന്നത് ആ ഒരു സർജറിയുമായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ നോളേജ് വേണം. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എനിക്കറിയാം. അപ്പം എന്താണ് ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ വ്യക്തിക്ക് ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്ത് വേണം, നോളേജ് വേണം. പിന്നെ ആ മതിന് എന്താണ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ഒക്കെ ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. സർവീസ് റെൻഡറിംഗ് ബൈ ഡോക്ടർ, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സെട്ര ഇതിന് എക്സാമ്പിളാണ്, പ്രൊഫഷൻ എക്സാമ്പിളാണ്. കം അണ്ടർ ദിസ് കാറ്റഗറി. ഇതിന് കാറ്റഗറിയിൽ ജനറലി ഫോർ ഈച്ച് കാറ്റഗറി ഓഫ് പ്രൊഫഷൻ ദർ വുഡ് ബി ബൈ എ പ്രൊഫഷണൽ ബോഡി. എന്താണ് ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ടായിരിക്കും. ഈ കാറ്റഗറീസിലെ ആൾക്കാർക്കൊക്കെ എന്താണ് ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ബാർ കൗൺസിലിംഗ് ഓഫ് ഇന്ത്യ ഈസ് എ പ്രൊഫഷണൽ ബോഡി ഓഫ് ലോയേഴ്സ് വിച്ച് ഗൈഡ് ആൻഡ് റെഗുലേറ്റ് ദ ലോ പ്രൊഫഷണൽ ഇൻ ഇന്ത്യ. അതായത് ലോയേഴ്സിൻ്റെ ഒരു അതായത് നമ്മൾ പറഞ്ഞൊരു ബോഡി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്തിൻ്റെ ബോഡിയാണ്, പ്രൊഫഷണൽ ബോഡി ഉണ്ടായിരിക്കും. അപ്പോൾ ലോയേഴ്സിൻ്റെ പ്രൊഫഷണൽ ബോഡിയാണ് ബാർ കൗൺസിലിംഗ് ഓഫ് ഇന്ത്യ. ഇവരാണ് വേണ്ട ലോയേഴ്സിന് ആവശ്യമായുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ പ്രൊഫഷണൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിശ്ചിത ഫീ നമ്മൾ ബിസിനസ്സിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. നമ്മുടെ പ്രൊഫഷണൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഫീ ആണ്. ഇപ്പോൾ ഡോക്ടറാകുമ്പോൾ ഡോക്ടറിന് ഫീ ഉണ്ട്, അല്ലെങ്കിൽ ഫീ ആണ്. ലോയർ വക്കീലന്മാർക്ക് ഫീ ഉണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അവർക്ക് ഫീ കൊടുക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. അവർ ഫീസാണ് അവർ ഈടാക്കുന്നത്. അവർ കൊടുക്കുന്ന സർവീസിന്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്, അവർ റെൻഡർ ചെയ്യുന്ന സർവീസിന് അവർ എന്താണ് കൊടുക്കുന്നത്, ഒരു ഫീ ആണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. ദെൻ തേർഡ് വൺ എംപ്ലോയ്മെന്റ്. അപ്പോൾ ബിസിനസ് ഡിസ്കസ് ചെയ്തു, പ്രൊഫഷൻ ഡിസ്കസ് ചെയ്തു. ദെൻ ലാസ്റ്റ് വൺ എംപ്ലോയ്മെന്റ്. എന്താണ് എനി ആക്ടിവിറ്റീസ് അസൈൻ ടു എ പേഴ്സൺ ബൈ ദ എംപ്ലോയർ അണ്ടർ ആൻ അറേഞ്ച്മെന്റ് ഓഫ് റൂൾസ് ഓഫ് സർവീസ് കം അണ്ടർ കാറ്റഗറി ഓഫ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെയെങ്കിലും ഏതെങ്കിലും പേഴ്സൻ്റെ അണ്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെ, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, അവരുടെ ഗൈഡ് ലൈൻസിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെയാണ് എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. നമ്മുടെ മുകളിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കും, അദ്ദേഹം നമ്മളോട് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന ടൈമിൽ വരണം, ഇന്ന രീതിയിൽ ചെയ്യണം, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, അതിന് ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ കൺട്രോൾ ചെയ്യാനും ഡിറക്റ്റ് ചെയ്യാനും ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അണ്ടറിലായിരിക്കും നമ്മളുണ്ടായിരിക്കുക. അവിടെ നമുക്ക് സാലറി വേജസ് ഒക്കെ കിട്ടുക. അതാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എംപ്ലോയറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത് ആരാണ്, ഒരു എംപ്ലോയി ആണ്. പിന്നെ ഇവിടെ എന്താ പറയുന്നത്, പിന്നെന്താ ഇവിടെ പറയുന്നത്, എന്താണ് ഫോർ പെർഫോമിംഗ് സച്ച് ആക്ടിവിറ്റീസ് ദ എംപ്ലോയി റിസീവ് റെമ്യൂണറേഷൻ ഫ്രം ദ എംപ്ലോയർ ഇൻ ദ ഫോം ഓഫ് വേജ് ഓർ സാലറി, അലവൻസ്, ബോൺസ് എക്സെട്ര. ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എന്താണ് എംപ്ലോയറിൽ നിന്നും എംപ്ലോയി റെമ്യൂണറേഷനോ വേജസോ അലവൻസോ അല്ലെങ്കിൽ വല്ല എന്താണ് ബോണസോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. ദ എംപ്ലോയ്മെന്റ് ഈസ് ആൾസോ കോൾഡ് സർവീസ് working in a factory, office, hostel, college, etc. Okay, the employment is also called service. ഈ എംപ്ലോയ്മെന്റ് നമ്മൾ സർവീസ് എന്ന് വിളിക്കുന്നുണ്ട്. എംപ്ലോയ്മെന്റ് ഓൾസോ കോൾഡ് എന്താ വിളിക്കുന്നത്, സർവീസ്. എംപ്ലോയ്മെന്റ് നമ്മൾ സർവീസും കൂടി ആണല്ലോ ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്താണ് ഒരു സർവീസാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊന്നും വേണ്ട ഒരു ബിസിനസ്സിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി
വ്യക്തിയാണെങ്കിൽ അവർ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെന്താണ് ഒരു സർവീസാണ് അല്ലേ. അത് നമ്മൾ വാങ്ങിയത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് അവരെന്ത് ചെയ്യാൻ നല്ല പ്രൊഡക്റ്റ് തരികയാണ്, അതൊരു സർവീസാണല്ലോ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓൾസോ കോൾഡ് സർവീസ് എന്നും പറയുന്നുണ്ട്. വർക്കിംഗ് ഇൻ ഫാക്ടറി, ഓഫീസ്, ഹോസ്റ്റൽ, കോളേജ് ഒക്കെ എന്താണ് നമുക്കിതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഈവൻ പ്രൊഫഷണലി ക്വാളിഫൈഡ് പേഴ്സൺ ഓൾസോ വർക്ക് ആസ് എംപ്ലോയി ഇൻ വാരിയസ് ഓർഗനൈസേഷൻ. പ്രൊഫഷണലായിട്ടുള്ള എംപ്ലോയീസും അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ള പേഴ്സൺസ് എന്ത് ചെയ്യുന്നുണ്ട്, വാരിയസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എംപ്ലോയി എന്ന് പറയുമ്പോൾ ഒരിക്കലും മോശം വേർഡല്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഒരാൾ അണ്ടർ അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണ് അത് നമ്മളൊക്കെ എംപ്ലോയീസ് തന്നെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡോക്ടർ എംപ്ലോയ്ഡ് ഇൻ ഗവൺമെൻറ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഡോക്ടേഴ്സ് ഗവൺമെൻറ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരെന്താണ് എംപ്ലോയീസ് തന്നെയാണ്. അതുപോലെ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയ്ഡ് ഇൻ ഫാക്ടറി എഞ്ചിനീയേഴ്സ് സൈറ്റിൽ നോക്കുമ്പോൾ അവരെന്താണ് എംപ്ലോയീസ് തന്നെയാണ്. ഇത് ഞാൻ പഠിച്ചു നിർത്തുന്നില്ല. അപ്പോൾ മനസ്സിലായോ ബിസിനസ്, പ്രൊഫഷണൽ, എംപ്ലോയ്മെൻറ്റ്. ഇനി എംപ്ലോയ്മെൻറ്റിൻ്റെ ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഏതൊക്കെ കേൾക്കണം? ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ്, പാർട്ട് ടൈം എംപ്ലോയ്മെൻറ്റ്, ക്യാഷ്വൽ എംപ്ലോയ്മെൻറ്റ്, കോൺട്രാക്ട് എംപ്ലോയ്മെൻറ്റ്, ദെൻ സീസണൽ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, നമുക്ക് അതെന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എന്താണ് ഫുൾ ടൈം എംപ്ലോയി. ഫുൾ ടൈം എംപ്ലോയി എന്ന് പറയുമ്പോൾ വർക്ക് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹവേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് ഹവേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഫുൾ ടൈം എംപ്ലോയീസ് എന്ന് പറയാൻ പറ്റുക. ദെൻ പാർട്ട് ടൈം എംപ്ലോയീസ്, ഫ്യൂ ഹവേഴ്സ്, ഒരു വീക്കിൽ ഫ്യൂ ഹവർ മാത്രം. കമ്പയർ ടു ഫുൾ ടൈം എംപ്ലോയീസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വീക്കിൽ ഫ്യൂ ഹവേഴ്സ് മാത്രമാണ് അവർ വർക്ക് ചെയ്യുന്നത്. ദെൻ കാഷ്വൽ എംപ്ലോയീസ്. കാഷ്വൽ എംപ്ലോയീസ് എന്താണ്? കാഷ്വൽ എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ഓൺലി ഇറഗുലർ ബേസിസ്. ഇറഗുലർ ബേസിസിൽ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാഷ്വൽ എംപ്ലോയീസ് എന്ന് വിളിക്കുന്നത്. Their engagement depend on the needs and the requirement of the business. അവരെന്താണ് ആ ഒരു ബിസിനസ്സിന് നീഡ്സ് ആൻഡ് റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് അവർ ആ ഒരു വർക്കിൽ എൻഗേജ് ആവുന്നത്. ദെൻ കോൺട്രാക്ട് എന്താണ് ബേസ്ഡ്. അതായത് കോൺട്രാക്ട് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെന്റ് ഡ്യൂട്ടി ഫോർ എ ഫിക്സഡ് ടേം ഓർ ഫോർ ഡ്യൂറിംഗ് എ സ്പെസിഫിക് ടാസ്ക് ഈസ് കോൾഡ് കോൺട്രാക്ട് എംപ്ലോയീസ്. അതായത് ഒരു ഫിക്സഡ് ടേമിൽ, ഒരു ഫിക്സഡ് കാലഘട്ടത്തിൽ, ഒരു 1 ഇയറിനോ ഒരു 10 ഇയറിനോ ഒക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു എംപ്ലോയി നമ്മൾ ഫിക്സ് ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഫിനിഷ് ആവുന്ന വരെ ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് എന്താണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. കോൺട്രാക്ട് ബേസ്ഡ്. ഇപ്പം നമ്മൾ ചില ഓഫീസുകൾ, വലിയ വലിയ കമ്പനികളിൽ എന്താണ് 2 ഇയേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കോൺട്രാക്റ്റിലായിരിക്കും. അതാണ് കോൺട്രാക്ട്. ദെൻ അപ്രന്റീസ്ഷിപ്പ് എന്താണ് എംപ്ലോയ്മെന്റ് പറയുമ്പോൾ ട്രെയിനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഓക്കെ, ട്രെയിനിങ് പ്രാക്ടീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്രന്റീസ്ഷിപ്പ് എന്താണ് എംപ്ലോയ്മെന്റ് പറഞ്ഞാൽ. ലാസ്റ്റ് വൺ സീസൺ ബേസ് ചെയ്തിട്ട്. എക്സാമ്പിൾ ഹോട്ടലിലുള്ളത്, കാറ്ററിങ്ങിനൊക്കെ ആവശ്യമായിട്ട് ആൾക്കാരൊക്കെ എന്താണ് സീസണൽ എംപ്ലോയീസ് ആണ്. എന്തെങ്കിലും പെർട്ടിക്കുലർ സീസൺ, ഇപ്പോൾ ശബരിമല സീസണൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ അരമണിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ നമുക്കൊരു എന്തെങ്കിലും സീസൺ ഉണ്ടായിരിക്കും അല്ലേ. ഒരു പ്രത്യേക സീസണിലുള്ള എംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എന്താ പറയുക, സീസണൽ എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത്രയാണ് എന്താണ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. ഫുൾ ടൈം എംപ്ലോയ്മെന്റ്, പാർട്ട് ടൈം എംപ്ലോയ്മെന്റ്, കാഷ്വൽ എംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ കോൺട്രാക്ട് എംപ്ലോയ്മെന്റ്, എംപ്ലോയ്മെന്റ്, ലാസ്റ്റ് വൺ സീസണൽ എംപ്ലോയ്മെന്റ്. ഓക്കെ, അടുത്തതാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്. അപ്പോൾ നമ്മൾ ബിസിനസ് എന്താണെന്ന് ഇപ്പോൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ആ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ്സ് മുൻനിർത്തിയിട്ട് അവർ എന്താണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയും. ഇനി എന്തൊക്കെയാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്? ഇവിടെ പറയുന്നത് ഡീൽസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ്. GS എന്ന് പറയുന്നത് ഞാൻ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഷോർട്ട് ഫോം ആക്കി എഴുതിയതാണ്. പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച്, കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി ഇൻ ഡീൽസ്, പ്രോഫിറ്റ് മോട്ടീവ്സ് ആൻഡ് ലാസ്റ്റ് വൺ എലമെന്റ്സ് ഓഫ് റിസ്ക്. ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് എന്താണ് ബിസിനസ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ് ഡീൽസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ബിസിനസ് ഡീൽസ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് നമുക്ക് അറിയുന്ന കാര്യമാണ്. The goods may be consumer goods such as sweets, bread, cloth, shoes. അതായത് നമ്മൾ എന്താണ് ഗുഡ്സ് എന്തായിരിക്കും
കൺസ്യൂമർ ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ആയിരിക്കാം. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ പറഞ്ഞു സ്വീറ്റ്സ്, ബ്രെഡ്, അതുപോലെ ഷൂസ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ക്ലോത്ത് ഒക്കെ കൺസ്യൂമർ ഗുഡ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, there may be produced goods such as produced goods ഉണ്ട്, such as equipments ഒക്കെ മെഷീനറി എക്യുപ്മെന്റ്സ് ആണ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിനെ നോക്കുക, നമ്മൾ സ്വീറ്റ്സ്, ക്ലോത്ത്, ബ്രെഡ് അങ്ങനെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്, കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കൺസ്യൂമർ ഗുഡ്സ് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷന് ആവശ്യമായ മെഷീനറി എക്യുപ്മെന്റ്സ് ഒക്കെയാണ്, റോ മെറ്റീരിയൽസ് ഒക്കെയാണ് എന്തിന് എക്സാമ്പിളായിട്ട് പറയുക? പ്രൊഡക്ഷൻ ഗുഡ്സിന് എക്സാമ്പിളായിട്ട് പറയുക. വിച്ച് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഫർദർ ഗുഡ്സ് ഫോർ കൺസംപ്ഷൻ, ഫർദർ ഗുഡ്സ് ഫോർ കൺസംപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ബിസിനസ് ഓൾസോ ഡീൽ വിത്ത് സർവീസ്. ഓക്കെ, ഐ എം റിയലി സോറി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എക്സാമ്പിൾ ട്രാൻസ്പോർട്ട്, വെയർ ഹൗസിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ് ഒക്കെയാണ്. പിന്നെ വിച്ച് ആർ ഇൻടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ, അതായത് നമുക്ക് കാണാൻ സാധിക്കാത്തതുമായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച്. വാട്ട് ഈസ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച്? You can call an economic activity a business only when there is a production or transfer of exchange or sales of goods or service for value. If goods are produced for self-consumption or presentation as gift, such activities shall not be treated as business. അതായത് സിമ്പിളായിട്ട് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച്. ഇപ്പം എൻ്റെ ഒരു ബിസിനസ് ഉണ്ട്, ഞാനൊരു ബിസിനസ്സിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാനത് വെറുതെ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. അതിനൊരിക്കലും ബിസിനസ് എന്നുള്ള ടേമിൽ കാണാൻ സാധിക്കില്ല, ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് ആയിട്ട് കാണാൻ സാധിക്കില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിനോട് കൂടിയിട്ട് എനിക്കൊരു വാല്യൂ കിട്ടണം, അല്ലെ? ഇപ്പോൾ ഈ ഒരു മാർക്കറാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മാർക്കർ ഞാൻ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഈ മാർക്കറിൻ്റെ വാല്യൂ എനിക്ക് കിട്ടണം, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എനിക്ക് കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ബിസിനസ് എന്ന് നമുക്കതിനെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെന്ത് കിട്ടണം? നമുക്കൊരു വാല്യൂ കിട്ടണം, അല്ലെ? ഏതൊരു ബിസിനസ്സും അവർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അവർ വെറുതെ അല്ല. അപ്പം നമ്മളൊരു വ്യക്തി ഗിഫ്റ്റ് കൊടുക്കുകയാണ്, ഞാൻ ഒരു പ്രൊഡ്യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റ് ഒരു വ്യക്തിക്ക് വെറുതെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ സംഭാവന കൊടുക്കുകയാണ്. അതിനൊരിക്കലും ഞാൻ സ്വന്തം യൂസ് ചെയ്യാണ്, അതിനൊരിക്കലും നമുക്ക് ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഞാനത് എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ എനിക്ക് ലാഭം കിട്ടണം, എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അതൊരു ബിസിനസ് ആക്ടിവിറ്റീസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതാണ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് എന്താണ്, അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ലഭിക്കണം, എങ്കിലേ നമുക്ക് അതൊരു ബിസിനസ്സായിട്ട് കാണാൻ കഴിയുകയുള്ളൂ. ഇത് കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി ഇൻ ഡീലിങ്സ് എന്താണ് പറയുന്നത്? എ സിംഗിൾ ട്രാൻസാക്ഷൻ ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ബിസിനസ്. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻസ് ഒരിക്കലും ഒരു ബിസിനസ്സായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ആൻഡ് ആക്ടിവിറ്റീസ് ഈസ് ട്രീറ്റഡ് എ ബിസിനസ് ഓൺലി വെൻ ഇറ്റ് ഈസ് അണ്ടർടേക്കൻ കണ്ടിന്യൂസ്ലി ഓർ ലീസ്റ്റ് കറൻറ്റ്ലി. അതായത് നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻസ്. ഇപ്പം ഞാനിപ്പോൾ എന്താണ്, ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു 10 kg ഉള്ളി ആവശ്യമാണെന്ന് വിചാരിക്കാം. സോ ഒരു വട്ടം ഞാനത് വിളിച്ചിട്ട് അവർ തന്നു, പക്ഷെ അതെനിക്കൊരു ബിസിനസ് ആക്ടിവിറ്റീസ് ആയിട്ട് അയാളുമായിട്ട് ഡീലായിട്ട് കാണാൻ പറ്റില്ല, അല്ലേ? അവിടുന്ന് റെഗുലറായിട്ട് ഞാൻ സ്ഥലത്ത് പോയി വാങ്ങുമ്പോഴാണ് അവിടെ ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, നമുക്ക് വില കുറച്ച് തരും. അപ്പോൾ അതാണ് എന്താണ് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഇവിടെ കൊടുക്കുന്ന എക്സാമ്പിൾ എന്താ നമുക്ക് നോക്കാം. എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ സെൽ ഹിസ് റെസിഡൻഷ്യൽ ഹൗസ്, ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് ബിസിനസ്. അയാളുടെ റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്ത് പറ്റില്ല, ഒരു ബിസിനസ്സായിട്ട് കാണുന്നില്ല, സിംഗിൾ ട്രാൻസാക്ഷൻസ് ആണ്. If he repeatedly buy house and sell to others, such activities under business. പക്ഷെ ഇത് അയാൾ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഹൗസ് കൊടുക്കുന്നു ആകുമ്പോഴാണ് അത് കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ വായിച്ച് കളഞ്ഞേക്ക്, അല്ലെ? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഞാൻ കൊടുത്തു, അതുകൊണ്ട് എൻ്റെ പരിപാടി ഞാൻ നിർത്തി. അതൊരു ബിസിനസ് അല്ല. ഞാൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ സെയിൽ ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് അത് ബിസിനസ്സായിട്ട് മാറുന്നത്. ബിസിനസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, മനസ്സിലായി? കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി ഡീലിങ്സ്. ദെൻ
എവറി ബിസിനസിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അതാണ് പ്രോഫിറ്റ് മോട്ടീവ്. എലമെന്റ്സ് ഓഫ് റിസ്ക്. ഒബിയസ്ലി എന്താണ് ഉണ്ടാവും അല്ലെ? റിസ്ക് ഉണ്ടായിരിക്കും. ഏതാ റിസ്ക് ഇല്ലാത്തത്? റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. എപ്പോഴും പ്രോഫിറ്റ് മാത്രമായിരിക്കില്ല, ലോസ് ഉണ്ടായിരിക്കും, വിചാരിച്ച ലാഭം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യണം. ഏതൊരു ബിസിനസ്സിലും റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യത്തിനാണ് റിസ്ക് ഫാക്ടർ ഉണ്ടാവും. നമ്മൾ റിസ്ക് എടുക്കുമ്പോഴേ നമുക്ക് കൂടുതൽ കിട്ടും എന്നൊക്കെ പറയില്ലേ? അപ്പോൾ റിസ്ക് എലമെന്റ്സ് എന്താണ്? ഉണ്ടായിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്സിന് നമുക്ക് പറയേണ്ടത്. എന്താണ്? ഡീലിംഗ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ്, പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച്, കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി ഇൻ ഡീലിംഗ്സ്, പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് എലമെന്റ്സ് ഓഫ് റിസ്ക്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് 3 ഒബ്ജക്റ്റീവ്സ് ആണ്. എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താണ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്? ഏർണിംഗ് ഓഫ് സാറ്റിസ്ഫാക്ടറി പ്രോഫിറ്റ് ഏൺ ചെയ്യുക ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ്. എക്സ്പ്ലോറിംഗ് ന്യൂ മാർക്കറ്റ് ആൻഡ് ക്രിയേറ്റ് ഓഫ് മോർ കസ്റ്റമേഴ്സ്. എന്താണ്? പുതിയ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ്? പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ഓഫ് എ ഫേം. ഓക്കെ, എന്താണ് ഫേമിൻ്റെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. പിന്നെ എന്താണ്? മേക്കിംഗ് ഇന്നോവേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് സോ ദാറ്റ് കസ്റ്റമേഴ്സ് ഗെറ്റ് ഇംപ്രൂവ്ഡ് ആൻഡ് മോർ എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസ്. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസിൽ നല്ല ഇംപ്രൂവ്മെന്റും ഇന്നോവേഷൻസും കൊണ്ടുവരിക. ഇനി സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. പ്രൊവൈഡിങ് മോർ ആൻഡ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ടു ദ പീപ്പിൾ ഇൻ ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ എന്ത് ചെയ്യുക? ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക. സപ്ലൈ ഓഫ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ടു ദ കമ്മ്യൂണിറ്റി. അതായത് കമ്മ്യൂണിറ്റിക്ക് നല്ല ക്വാളിറ്റിയുടെ ഗുഡ്സ് സപ്ലൈ ചെയ്യുക. പ്രൊവൈഡ് ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസിൽ അവർക്ക് വാങ്ങാൻ സാധിക്കുന്ന പ്രൈസിൽ എന്ത് ചെയ്യുക? ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ എൻഷുർ ഫെയർ റിട്ടേൺ ടു ഇൻവെസ്റ്റേഴ്സിന് ഫെയർ ആയിട്ടുള്ള റിട്ടേൺ എൻഷുർ ചെയ്യുക. ദെൻ അവോയ്ഡ് ഓഫ് പ്രോഫിറ്ററിങ് ആൻഡ് അൺഫെയർ പ്രാക്ടീസ്. പ്രോഫിറ്റ് മാത്രം ഫോക്കസ് ചെയ്യുക, അതുപോലെ നമ്മൾ അൺട്രേഡ് പ്രാക്ടീസ് ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ എന്താണ്? അത് അവോയ്ഡ് ചെയ്യുക. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിയോറിറ്റീസ്. എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിയോറിറ്റീസിന് അനുസരിച്ചിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഇത് ലാസ്റ്റ് വണ്ണാണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ്. ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എംപ്ലോയീസിന് നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അവർക്ക് മാന്യമായ രീതിയിൽ സാലറി കൊടുക്കുക, അവരുടെ ഫീലിങ്സിനും ഇമോഷൻസിനൊക്കെ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതൊക്കെ അവർ കൺസിഡർ ചെയ്യുക. അതൊക്കെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്സിൽ പറയുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു ഏരിയ ആണ് ഇൻഡസ്ട്രി. ഇപ്പോൾ നമ്മൾ ബിസിനസ് പഠിച്ചു. ദെൻ ഇൻഡസ്ട്രി. വാട്ട് ഈസ് ഇൻഡസ്ട്രി നോക്കാം. ഓക്കെ, എന്താണ് ഇൻഡസ്ട്രി? ഇൻഡസ്ട്രി refers to the part of business activities which is concerned with the production of one satisfying good service through utilization of available material resource. അതായത് അവൈലബിൾ മെറ്റീരിയൽ റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് എന്ത് വാണ്ട്സ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, ആ ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പാർട്ട് ഓഫ് ബിസിനസ് ആണ്, ബിസിനസ്സിൻ്റെ പാർട്ടാണ്. ഓക്കെ, ഇൻഡസ്ട്രി യൂട്ടിലൈസ് ദ നാച്ചുറൽ റിസോഴ്സ് ആൻഡ് ട്രാൻസ്ഫർ ദം ഫോർ ഫൈനൽ കൺസപ്ഷൻ ഓർ ഫർദർ യൂസ്. അതായത് നാച്ചുറൽ റിസോഴ്സ് ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് ഇൻഡസ്ട്രീസ് പ്രൊഡക്ഷൻ നടത്തിയിട്ട് ഫൈനൽ കൺസെപ്ഷൻ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതായത് ഫൈനലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എന്താക്കുന്നുണ്ട്? മാറ്റുന്നുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഇൻഡസ്ട്രി ആക്ടിവിറ്റി മെയിൻ അറ്റ് എൻഷുറിംഗ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ that form which suit the object needs and convenience of people expected to use them. അതായത് അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സ് ആണ് അല്ലേ, നമ്മളെന്താണ് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി മാറ്റുക. നമ്മുടെ ഈ അവൈലബിൾ ആയ നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ സ്യൂട്ടബിൾ ആക്കിയിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ഒരു പ്രൊഡക്റ്റാക്കി മാറ്റിയിട്ട് നമ്മുടെ
കയ്യിലെത്തിക്കുക. അതാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ഫാമർ, ഫാക്ടറീസ്, മൈൻസ് ഒക്കെ നമുക്ക് എന്ത് എക്സാമ്പിളാണ് ഇൻഡസ്ട്രീസിന് പറയാം. മേക്ക് അവൈലബിൾ എ വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ്. ഇതൊക്കെ വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ് നമുക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. ദീസ് ഗുഡ്സ് കാറ്റർ ടു നീഡ്സ് ആൻഡ് കൺവീനിയൻസ് ഓഫ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഇൻഡസ്ട്രി എന്താ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾക്ക് പീപ്പിൾസിന് ആവശ്യമായ രീതിയിൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റും, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്റ്റ് തരിക, അതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഇൻഡസ്ട്രീസ്. ഫാക്ടറീസ്, അതുപോലെ തന്നെ ഫാമേഴ്സ്, ഫാംസ്, ഫാക്ടറീസ്, മൈൻസ് ഒക്കെ എക്സാമ്പിളായിട്ട് പറഞ്ഞു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 5 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് ഓൺ ദി ബേസിസ് ഓഫ് ദ നേച്ചർ ഓഫ് ആക്ടിവിറ്റീസ്, ഓൺ ദി ബേസ് ഓഫ് നേച്ചർ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, ഓൺ ദി ബേസിസ് ഓഫ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഓൺ ദി ബേസ് ഓഫ് സൈസ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഏരിയ ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റീസിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ജനറ്റിക് ഇൻഡസ്ട്രീസ് ഉണ്ട്, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഉണ്ട് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ടിവിറ്റീസ് എൻഗേജ്ഡ് ഇൻ ദ ഡിസ്കവറി ആൻഡ് എക്സ്പാൻഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ലൈക്ക് മിനറൽസ്, ആനിമൽസ്, പ്ലാന്റ്സ്, ട്രീസ് എക്സെട്ര. നമ്മൾ കണ്ടെത്തുകയാണ് അല്ലേ, നമ്മളെന്താണ് നാച്ചുറൽ റിസോഴ്സ് കണ്ടെത്തുകയാണ്, നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ നാച്ചുറൽ റിസോഴ്സ് നമ്മൾ കണ്ടെത്തുകയാണ്, അതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. എക്സാമ്പിൾ പറഞ്ഞു, മിനറൽസ്, ആനിമൽസ്, പ്ലാന്റ്സ് എക്സെട്ര. ഫ്രം ദ സർഫേസ് or beneath the surface on the earth or air or water under the categories. നമ്മുടെ എയറോ അല്ലെങ്കിൽ എർത്തിൻ്റെയോ ഒക്കെ വാട്ടറിൻ്റെ ഒക്കെ മുകൾ ഭാഗത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുക, ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, ദെൻ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആർ ആൾസോ കോൾഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്നും പറയുന്നുണ്ട് നമ്മുടെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിനെ. ഇനി ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്താണ് ആക്ടിവിറ്റീസ് വിച്ച് ആർ കൺസേൺ വിത്ത് റീപ്രൊഡ്യൂസിങ് ആൻഡ് മൾട്ടിപ്ലൈയിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിത്ത് ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. റീപ്രൊഡ്യൂസ് ചെയ്യുക, നമ്മൾ ഫാമൊക്കെ ഇല്ല, നമ്മൾ കൗ ഫാമും കാര്യങ്ങളൊക്കെ, കൗ ഫാമല്ല, ഡയറി ഫാമും, അത് മൈനിങ്, നമ്മൾ എന്താണ് പോൾട്രി ഫാംസ്, അതുപോലെ തന്നെ അതായത് പ്ലാന്റ്സ് സെൽ ചെയ്യുന്നത്, ബ്രീഡിംഗ് ഫാംസ്, ഫിഷ് കൾച്ചറൊക്കെ നമുക്ക് ജനറ്റിക്കായിട്ട് ഇൻഡസ്ട്രി. അപ്പോൾ ഓൾറെഡി ഉള്ളതിൽ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, ഓൾറെഡി ഉള്ളതിനെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് അത് സെൽ ചെയ്യുക പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതാണ് ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ദീസ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ ദ കൺവേർഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് സെമി ഫിനിഷ്ഡ് മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അതായത് അതൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കൺവേർഷനാണ്. എന്തിനാണ്? റോ മെറ്റീരിയലിനെയോ അല്ലെങ്കിൽ സെമി ആയിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സിനെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ഒരു കൺവേർഷനെയാണ് നമ്മൾ മാനുഫാക്ചറിംഗ് എന്ന് പറയുക. മാനുഫാക്ചർ ചെയ്യാൻ നിർമ്മിക്കുക, റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സെമി, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉപയോഗിച്ചിട്ട് ഫൈനലായിട്ടൊരു പ്രൊഡക്റ്റ്, ഒരു ഗുഡ്സ് ഉണ്ടാക്കാനുള്ള ട്രാൻസ്ഫോർമേഷനെ, കൺവേർഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുക മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുക. ദെൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്, ദീസ് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ലൈക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്, ബ്രിഡ്ജ്, ഡാം, റോഡ്, കനാൽസ്, റെയിൽവേ ലൈൻസ് ഒക്കെ കൺസ്ട്രക്ഷൻ, അതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഷുഗർ ഇൻഡസ്ട്രി, കോട്ടൺ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ് ഒക്കെ നമുക്ക് എന്ന ഉദാഹരണമാണ്, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന് ഉദാഹരണമാണ്. ദെൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്, അപ്പോൾ എന്താണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കി, നമ്മൾ ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിൽ വരുന്നത്. ഇനി അടുത്തതാണ് കൊമേഴ്സ്. വാട്ട് ഈസ് കൊമേഴ്സ്? അടുത്ത ടോപ്പിക്കാണ് കൊമേഴ്സ്. കൊമേഴ്സ് എന്താണ്? സിമ്പിളായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കൊമേഴ്സ് നമുക്കറിയാം വാണിജ്യം എന്നറിയാം അല്ലേ. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് സെല് ചെയ്യുകയും ബൈ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊമേഴ്സ് എന്ന് വിളിക്കുക. അല്ലെ, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? കാര്യത്തിനെ നമ്മൾ എന്ത് വിളിക്കുക? കൊമേഴ്സ് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ അത് ഫിനാൻസ് അതിലിടും, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എക്സ്ചേഞ്ച്, ബൈങ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസ് ഒക്കെ എന്തിൽ പെടുന്നുണ്ട്? കൊമേഴ്സിൽ വരുന്നുണ്ട്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ വാണിജ്യമാണ്. അപ്പോൾ വാണിജ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടപാടുകളും എന്തിന് എക്സാമ്പിളാണ്? എന്ത് നമ്മൾ വിളിക്കും? കൊമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ
ചെറിയൊരു കാര്യം കൊമേഴ്സിനെ പറ്റിയിട്ട് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തതാണ് ട്രേഡ്. വാട്ട് ഈസ് ട്രേഡ്? എന്താണ് ട്രേഡ് നോക്കാം. എന്താണ് നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് പറയും. നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹ്യൂമൻ ആക്ടിവിറ്റീസ് എൻഗേജ്ഡ് ഇൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് കം അണ്ടർ ട്രേഡ്. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? അത് എന്തിൻ്റെ അണ്ടറിലാണ് വരിക? ട്രേഡിൻ്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, ദെർഫോർ ട്രേഡ് ഇൻക്ലൂഡ് സെല്ലിംഗ്, ട്രാൻസ്ഫർ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിച്ച് ദ ഇൻറ്റൻഷൻ ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. അത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? സെല്ല് ചെയ്യുന്നതും ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രേഡ് നടത്തുക, ട്രേഡിങ് നടത്തുക, ട്രേഡ് നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ട്രേഡിങ് ആപ്പുകളൊക്കെ ഉണ്ടല്ലേ, അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്കറിയാം ട്രേഡിങ് ആപ്പുകളൊക്കെ ഇപ്പോൾ മൊബൈൽ വഴിയൊക്കെ നമുക്ക് ഏതെങ്കിലും ഷെയർസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഓൺലൈനായി ട്രേഡൊക്കെ നടത്തിയാൽ ഏതെങ്കിലും ഷെയർസ് കുറഞ്ഞ വിലയ്ക്ക് ഷെയർ വാങ്ങുക, എന്നിട്ട് ആ ഷെയറിൻ്റെ വില കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വിൽക്കാം. അത് നല്ല ആപ്പ് ഇത് തന്നെയാണ്. ട്രേഡിങ് ഓൺലൈൻ വഴിക്ക് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇവിടെ പറയണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ട്രേഡിങ്? പ്രോഫിറ്റ് എന്നുള്ള ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് സെല്ല് ചെയ്യുന്നതും ട്രാൻസ്ഫർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് എന്ത്? ട്രേഡ്. ദ ഒബ്ജക്റ്റ് ഓഫ് ട്രേഡ് ഈസ് ടു മേക്ക് ഗുഡ്സ് അവൈലബിൾ ടു ദോസ് പേഴ്സൺ ഹൂ നീഡ് ദം ആൻഡ് വില്ലിംഗ് ടു പേ ഫോർ ദം. അതായത് ആർക്കാണോ ആ ഒരു പ്രൊഡക്റ്റ് ആവശ്യം, ആരാണോ അത് പേയ്മെൻറ്റ് നടത്തിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുള്ളത്, അവർക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ട്രേഡിങ് അല്ലേ. ഇപ്പം എനിക്കൊരു പ്രൊഡക്റ്റ് ആവശ്യമാണ്, ആ പ്രൊഡക്റ്റിന് വാങ്ങുന്നതിന് ഞാൻ പേ ചെയ്യാൻ ഞാൻ വില്ലിംഗ് ആണ്. സോ അതിന് എനിക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുക. ഓക്കെ, ട്രേഡ് പ്ലേ എ മേജർ റോൾ ഇൻ എസ്റ്റാബ്ലിഷ് കോണ്ടാക്ട് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ആൻഡ് എലിമിനേറ്റ് ദ ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺസ്. അതെന്താണ്? ഈ ഒരു ട്രേഡ് ഒരു മേജർ പ്ലെയറാണ്. ആര് തമ്മിലാണ്? എന്താണ്? ഒരു കോണ്ടാക്ട്, എസ്റ്റാബ്ലിഷ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സും കസ്റ്റമേഴ്സും തമ്മിലുള്ള കോണ്ടാക്ട് എന്ത് ചെയ്യുക? എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അത് എന്ത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്? എന്ത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്? ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്? എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എ പേഴ്സൺ ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ട്രേഡ് ഈസ് കോൾഡ് ട്രേഡർ ഓർ മിഡിൽ മാൻ. അതായത് ഏതൊരു പേഴ്സണ് ട്രേഡിൽ ഇൻക്ലൂഡഡ് ആണോ അല്ലെങ്കിൽ എൻഗേജ്ഡ് ആണോ ആ വ്യക്തി നമ്മൾ ട്രേഡർ ഓർ മിഡിൽ മാൻ എന്ന് വിളിക്കുന്നുണ്ട്. വാരിയസ് ട്രേഡ് ഓപ്പറേറ്റ് ഇൻ ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ആൻഡ് റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ. ഓക്കെ, നമുക്ക് ട്രേഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വി ക്യാൻ ക്ലാസിഫൈ ട്രേഡ് ഇൻ ടു 2 broader categories. ഫസ്റ്റ് വൺ ഇന്റർണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. നമ്മൾ ട്രേഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇന്റർണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. വാട്ട് ഈസ് ഇന്റർണൽ ട്രേഡ്? When the trade take place within the boundaries of the country, you can call it internal trade. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ട്രേഡ് നടത്തുന്നത് നമുക്ക് ഇന്റർണൽ ട്രേഡ് എന്ന് പറയും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നടത്തുന്ന എല്ലാ സെൽ ആൻഡ് എക്സ്ചേഞ്ച് ബൈങ് ആൻഡ് സെല്ലിങ് ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ട്രേഡ് എന്ന് വിളിക്കാൻ സാധിക്കും. ഇറ്റ് മീൻസ് ദ ബോത്ത് ബൈങ് ആൻഡ് സെല്ലിങ് ഷുഡ് ടേക്ക് പ്ലേസ് വിത്തിൻ എ കൺട്രി എന്ന് പറയുന്നു. ഓക്കെ, പേയ്മെൻറ്റ് ഫോർ ദ സെയിം ഈസ് ജനറലി മെയ്ഡ് ഇൻ ഇൻഡസ്ട്രി ഇൻ നാഷണൽ കറൻസി. അപ്പോൾ പേയ്മെൻറ്റ് എന്താണ്? നമ്മുടെ ഇന്ത്യൻ റുപ്പി തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലല്ലേ നമ്മൾ നടത്തുന്നത് ട്രേഡ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ കറൻസി നമ്മുടെ പൈസ എന്തായിരിക്കും? ഇന്ത്യൻ റുപ്പി തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ ദിസ് നാഷണൽ ട്രേഡ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഇൻലാൻഡ് ട്രേഡ് ഓർ നാഷണൽ ട്രേഡ് ഓർ ഹോം ട്രേഡ് ഓർ ഡൊമസ്റ്റിക് ട്രേഡ്. ഏതൊക്കെയാണ് ഇന്റർണൽ ട്രേഡിനെ നമ്മൾ ഓൾസോ കോൾഡ്? അപ്പോൾ ഇന്റർണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയിൽ നടത്തുന്ന ട്രേഡിനെയാണ് നമ്മൾ ഇന്റർണൽ ട്രേഡ് എന്ന് വിളിക്കുക. ഈ ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിൽ നടത്തുന്ന ട്രേഡിനെയാണ് ഇന്റർണൽ ട്രേഡ് എന്ന് വിളിക്കുക. അപ്പോൾ കറൻസി ഇന്ത്യൻ റുപ്പിയിൽ, അത് നമ്മൾ ആ നാഷണൽ റുപ്പിയിലേക്കായിരിക്കും. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ അല്ലാത്ത അങ്ങനെ ആയിരിക്കും. ഇനി ഇന്റർണൽ ട്രേഡിനെ നമ്മൾ പല പേരുകളായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഒന്ന് ഇൻലാൻഡ് ട്രേഡ്, ദെൻ നാഷണൽ ട്രേഡ്, ഹോം ട്രേഡ് ആൻഡ് ഡൊമസ്റ്റിക് ട്രേഡ്. ഇത്രയും പേരിലാണ് ഇന്റർണൽ ട്രേഡ്. അപ്പോൾ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കും, വാട്ട് ഈസ് ഇൻലാൻഡ് ട്രേഡ്? നിങ്ങൾ പറയാതിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഇൻലാൻഡ് ട്രേഡ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിനെയാണ്, ഇന്റർണൽ ട്രേഡിനെയാണ്. ദെൻ നാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ, ഹോം ട്രേഡ് എന്ന് പറഞ്ഞാൽ, ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറഞ്ഞാൽ
ഹോൾസെയിൽ ട്രേഡ് എന്നും റീറ്റെയിൽ ട്രേഡായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഓൺ ദ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ കേസിൽ നമ്മൾ എന്താണ് ട്രേഡിനെ ഇന്റർണൽ ട്രേഡ് ഹോൾസെയിൽ ട്രേഡായിട്ടും റീറ്റെയിൽ ട്രേഡായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഹോൾസെയിൽ ട്രേഡ്? ബൈങ് ആൻഡ് സെല്ലിംഗ് ഇസ് റിലേറ്റീവ്ലി ലാർജ് ക്വാണ്ടിറ്റീസ് കോൾഡ് ഹോൾസെയിൽ ട്രേഡ്. നമ്മൾ ഹോൾസെയിലിന് സാധനങ്ങൾ വാങ്ങി എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ ഹോൾസെയിൽ കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ലാഭമാണെന്നൊക്കെ പറയില്ലേ. നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഗൂഡ്സ് എന്ത് ചെയ്യാണ്? ബൈ ചെയ്യാണ്. ബൈങ് ആൻഡ് സെല്ലിംഗ് ഇസ് റിലേറ്റീവ്ലി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗൂഡ്സ്. ഓക്കെ, അതാണ് ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ബൈങ് സെല്ലിങ് ചെയ്യുന്നതിന് നമ്മൾ ഹോൾസെയിൽ എന്ന് വിളിക്കുക. എ പേഴ്സൺ ഹൂ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഹോൾസെയിൽ ഈസ് കോൾഡ് ഹോൾസെയിലർ. ആരാണോ ഹോൾസെയിലിൽ ഇൻവോൾവ് ആകുന്നത് ആ പേഴ്സൺ ഹോൾസെയിൽ എന്ന് വിളിക്കും. ഓക്കെ, ഇത് റീറ്റെയിലർ. എന്താണ് റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ബൈങ് ആൻഡ് സെല്ലിംഗ് റിലേറ്റീവ്ലി സ്മാളർ ക്വാണ്ടിറ്റീസ്. റിലേറ്റീവ്ലി കുറഞ്ഞ ക്വാണ്ടിറ്റീസ് ആണ് എ പേഴ്സൺ എൻഗേജ് ഇൻ റീറ്റെയിൽ ട്രേഡ് ഈസ് കോൾഡ് റീറ്റെയിലർ. ഹോൾസെയിലിൽ എന്താണ് എൻഗേജ് ആയ പേഴ്സൺ ഹോൾസെയിലർ എന്ന് വിളിക്കുന്നു. റീറ്റെയിലിൽ എൻഗേജ് ആവുന്ന പേഴ്സൺ നമ്മൾ എന്ത് വിളിക്കുന്നു? റീറ്റെയിലർ എന്നും വിളിക്കുന്നു. ഇന്റർണൽ ട്രേഡ് എന്താ ഡിസ്കസ് ചെയ്ത് നമ്മൾ എന്താണെങ്കിലും എക്സ്റ്റേണൽ ട്രേഡ് എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോറിൻ ട്രേഡ് ഓർ ഇന്റർനാഷണൽ ട്രേഡ്. നമ്മൾ എക്സ്റ്റേണൽ ട്രേഡിന് ഫോറിൻ ട്രേഡ് എന്നും ഇല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് എന്നും വിളിക്കുന്നുണ്ട്. വെൻ ദ ട്രേഡ് ടേക്ക് പ്ലേസ് അക്രോസ് ദ ബൗണ്ടറി ഓഫ് കൺട്രി യു ക്യാൻ കോൾ സച്ച് ട്രേഡ് ആസ് ഇന്റർണൽ എക്സ്റ്റേണൽ ട്രേഡ്. നമ്മുടെ ബൗണ്ടറി കടന്നിട്ട് നമ്മൾ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ ട്രേഡ് നടത്തുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഇൻ അതർ വേർഡ് എക്സ്റ്റേണൽ ട്രേഡ് റെഫേഴ്സ് ടു ട്രേഡ് ബിറ്റ്വീൻ നാഷൻസ്. രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന ട്രേഡിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്റ്റേണൽ ട്രേഡ് എന്ന് വിളിക്കുന്നത്. ദിസ് ട്രേഡ് വുഡ് ബി ദ ഫോം ഓഫ് എക്സ്ചേഞ്ച് ഓഫ് വൺ കമ്മോഡിറ്റി ഫോർ അനദർ ഓർ ഫോർ മണി. ഓക്കെ, ഓർ മണി. ഇതാണ് എന്താണ് എക്സ്റ്റേണൽ ട്രേഡ്. അതിന് വേണ്ടി ഇമ്പോർട്ട് ട്രേഡ് ഉണ്ട്, എക്സ്പോർട്ട് ട്രേഡ് ഉണ്ട്, റീ എക്സ്പോർട്ട് ട്രേഡ് ഉണ്ട്. ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുമ്പോൾ when a country buy goods from another country, ഇമ്പോർട്ട് ചെയ്യാം മറ്റുള്ള രാജ്യങ്ങളിലുള്ള സാധനങ്ങൾ നമ്മുടെ രാജ്യത്തിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ബ്രോഡ് മെഷീനറി ഫ്രം USA. ഇന്ത്യ USA നിന്ന് മെഷീനറീസ് വാങ്ങുന്നത്. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ട് ട്രേഡ് ഫോർ ഇന്ത്യ. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ എന്താ പറയുക ട്രേഡ്. ഇനി എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ കൺട്രി സെൽ ഗുഡ്സ് ടു അനദർ കൺട്രി ഇറ്റ് ഈസ് കോൾഡ് എക്സ്പോർട്ട് ട്രേഡ്. വെൻ എ കൺട്രി സെൽ ഗുഡ്സ് ടു അനദർ കൺട്രി. ഇപ്പോൾ നമ്മുടെ രാജ്യം വേറെ ഫോറിൻ രാജ്യത്ത് USA സെയിൽ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാന്ന് പറയും. കയറ്റി അയക്കാം. ഇമ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇറക്കുമതിയാണ്. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ കയറ്റി അയക്കാം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ സെൽ ലെതർ ഗുഡ്സ് ടു റഷ്യ ആൻഡ് ടീ ടു USA. ടീ USA-ക്കും അത് ലെതർ റഷ്യയ്ക്കൊക്കെ അയക്കുന്നതിനാണ്. ഫോർ ഇന്ത്യ സച്ച് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഷാൾ ബി ടേംഡ് എക്സ്പോർട്ട് ട്രേഡ്. ഓക്കെ, അങ്ങനെ നടത്തുന്നതിനാണ് നമ്മൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് ട്രേഡ് എന്ന് വിളിക്കുന്നു. റീ എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഓൾസോ കാൾഡ് എൻട്രോപോർട്ട് ട്രേഡ്. റീ എക്സ്പോർട്ട് ട്രേഡിനെ എൻട്രോപോർട്ട് ട്രേഡ് എന്ന് പറയും. വെൻ ദ ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഫ്രം വൺ കൺട്രി ആൻഡ് സെയിം ആർ എക്സ്പോർട്ടഡ് ടു അനദർ കൺട്രി സച്ച് ട്രേഡ് ഇസ് കാൾഡ് റീ എക്സ്പോർട്ട് ട്രേഡ്. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന അങ്ങോട്ട് തന്നെ എക്സ്പോർട്ട് കൊടുക്കുന്നതിനെയാണ് റീ എക്സ്പോർട്ട് ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് എന്താണെന്ന് നോക്കി. ട്രേഡിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനും നമ്മൾ കാറ്റഗറീസ് നോക്കി. ലാസ്റ്റ് ഏരിയ ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം സൈസ് എന്റർപ്രൈസ്. മൈക്രോ എന്റർപ്രൈസ്, മീഡിയം എന്റർപ്രൈസ് ആൻഡ് സ്മോൾ എന്റർപ്രൈസ്. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, MSME മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസ് എന്താണ്? The Ministry of Micro, Small and Medium Enterprise is the apex body for the formulation and administration of rules, regulation and law relating to micro, small and medium enterprise in India. അതായത് the Ministry of Micro, Small and Medium Enterprise എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് ബോഡിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർമുലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റൂൾസ്, റെഗുലേഷൻ ആൻഡ് ലോ റിലേറ്റിംഗ് ടു എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്താണ്? മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ഇൻ ഇന്ത്യ. ഓക്കെ, ദ സെക്ടർ പ്രൊവൈഡ് എ വൈഡ് റേഞ്ച് ഓഫ് സർവീസ് ആൻഡ് ഈസ് എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിംഗ്
of over 6,000 products ranging from traditional to high-tech items. Okay, ഇനി എന്താണ് MSME sized enterprises both manufacturing and service sector can obtain MSME registration of SSI registration under MSME Act. ആ ആക്ടിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, SSI രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, പിന്നെ MSME registration provide a variety of benefits such as rate of interest charged on by very less tax subsidies ഒക്കെ ഇതൊക്കെ ബെനിഫിറ്റ് ആട്ടോ. ഈ രീതിയിൽ രജിസ്റ്റർ ചെയ്താൽ എന്താണ്, ടാക്സ് കുറവായിരിക്കും, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് കുറവായിരിക്കും, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡീസ് ആൻഡ് അതർ സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ് സെക്ടേഴ്സ്. പിന്നെ ഗവൺമെൻറ് സെക്ടേഴ്സിൽ നിന്നും മറ്റൊരു സപ്പോർട്ടുകളും ഉണ്ടാവുന്നുണ്ട്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ഡെവലപ്ഡ് ആക്ട് 2006 ഇത് 2006 ആക്ടിനാണ് എന്താണ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആക്ട് 2006 ഡിഫൈൻ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ബേസ്ഡ് ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ്, ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാൻ ആൻഡ് മെഷീനറി ഫോർ യൂസ് എൻഗേജ് ഇൻ മാനുഫാക്ചറിംഗ് ഓർ പ്രൊഡക്ഷൻ പ്രോസസ്സിംഗ് ഓർ പ്രിവെൻഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. Okay, then investment in equipment for enterprising engaging in providing rendering of service. Okay, the benefit of registration MSME or Udyog Aadhar എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ നമുക്ക് നോക്കാം. To promote the growth of micro, small and medium enterprise, the government of India give various concession and extend financial assistance exclusively to unique or enterprise which qualify to be micro, small or medium enterprise. അതായത് നമ്മൾ ഗവൺമെൻറ് ഒരുപാട് ഗവൺമെൻറ് വാരിയസ് കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ടൊക്കെ ഒരുപാട് സപ്പോർട്ടുകൾ ഇവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടർ MSME ഓൾ കൈൻഡ്സ് ഓഫ് എൻ്റർപ്രൈസ് ക്യാൻ ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് മാനുഫാക്ചറേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് ആർ ഓൾസോ എലിജിബിൾ ഫോർ MSME ബെനിഫിറ്റ്. മാനുഫാക്ചർ അതുപോലെ സർവീസ് പ്രൊവൈഡറൊക്കെ MSME ബെനിഫിറ്റ് വാങ്ങാനും എന്താണ് ക്വാളിഫൈ ചെയ്ത വ്യക്തികളാണ്. ദേ ആർ ഓൾസോ റിക്വയർഡ് ടു ഗെറ്റ് ഉദ്യോഗ് ആധാർ രജിസ്ട്രേഷനും ഉദ്യോഗ് ആധാർ രജിസ്ട്രേഷനും ഉദ്യോഗ് ആധാർ രജിസ്ട്രേഷനും ഓൾസോ ആവശ്യമാണ്. ഓക്കെ, ഇനി എന്താണ്, the MSME registration is not statutory. The statutory അല്ല. However, the MSME registration process in India has been conceptualized to provide maximum benefit to all types of enterprise. Okay, after registration, any enterprise become qualified to reap the benefit offered under the MSME Act. ഏതൊക്കെയാണ്, ഈസി അവൈലബിലിറ്റി ഓഫ് ലോൺ, എന്താണ് ലോൺ ഈസി ആയിട്ട് അവൈലബിൾ ആവും. ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പ്രിയോറിറ്റി ഉണ്ടായിരിക്കും. ലോ ഇൻട്രസ്റ്റ്, ഓവർ ഡ്രാഫ്റ്റിന് ലോ ഇൻട്രസ്റ്റ് ആണ്. കൺസെഷണൽ ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉപയോഗിക്കുന്നതിനൊക്കെ കൺസെഷൻ ഉണ്ടായിരിക്കും. റിബേറ്റിംഗ് ടാക്സ് അണ്ടർ MSME ആക്ട് 2006 പ്രകാരം എന്താണ് റിബേറ്റ് ടാക്സ് 50% ഡിസ്കൗണ്ട് ഓഫ് IP പ്രൊട്ടക്ഷൻ, 50% ഡിസ്കൗണ്ട് ഉണ്ട്. ദെൻ MSME കൗൺസിലൈസേഷൻ സെൻറ്റർ. ഓക്കെ, അപ്പോൾ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എൻ്റർപ്രൈസ് ആണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ അല്ല, ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് അറിയുന്ന ടേംസ് തന്നെയാണ്, നിങ്ങൾ +2 മുതലേ പഠിച്ച് പോരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ക്ലാസ് മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണണം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.